വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് കുറച്ച് നാളായിട്ട് കണ്ടൻറ്റ് ക്ഷാമമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവായിരുന്നു. അപ്പം എന്താ പിന്നെയും കണ്ടൻറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് വിചാരിച്ചത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള 7 days ഇങ്ങനെ കണ്ടിന്യൂസ് വ്ളോഗിങ് ചെയ്താലോ എന്ന്. എന്നിട്ട് എനിക്ക് ചെറിയ മടിയുണ്ട്, പിന്നെ മറന്നോണ ഇതുകൊണ്ട് ഞാൻ ഇന്നലെ എല്ലാം പ്ലാൻ ചെയ്ത് കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ എണീക്കുമ്പം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ മറന്നുപോയി. പിന്നെ ഇപ്പോഴാണ്, കുറച്ച് മുമ്പാണ് ഞാൻ ഓർത്തത്. പിന്നെ അപ്പം തൊട്ട് വ്ളോഗ് എടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് തിരിച്ചു പോണ ദിവസമാണ്. ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇനി തിരിച്ചു പോണ ദിവസമാണ്. പാക്കിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പള്ളിയിൽ പോകണം. ഏകദേശം 1 മാസമായി പള്ളിയിലൊക്കെ പോയിട്ട്. അപ്പോൾ പള്ളിയിൽ പോകണം. പിന്നെ ഒരു അമ്മച്ചിയുടെ വീട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയുള്ള ദിവസമാണ് ഇന്ന്. പിന്നെ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് നല്ല തലവേദനയുണ്ട്. മൈഗ്രെയിൻ എനിക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മൈഗ്രെയിൻ തിരിച്ച് വന്നതാണെന്ന് തോന്നുന്നു. ഈ 2 സൈഡ് വയ്യ, നല്ല തലവേദനയുണ്ട്. അതുപോലെ ഞാൻ ഇപ്പം 2-3 ദിവസം കൊണ്ട് കുറച്ച് ഫോൺ യൂസ് കൂടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്പെക്സും ഞാൻ വെക്കുന്ന ഒരാളാണ്. സ്പെക്സ് വെക്കാതെ പിന്നെ കുറേ ടൈം ഫോണും കൂടെ ആയപ്പം മേ ബി അതൊരു റീസൺ ആവാം. അങ്ങനെ ഇപ്പോഴും എന്താ എണീറ്റപ്പോൾ തൊട്ട് തലവേദന എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇനി നമുക്ക് പള്ളിയിൽ പോകാൻ റെഡിയാവാം. ഏകദേശം ഒരു 8 മണി ആവണം. ഒരു 8:30 ആകുമ്പം, അല്ല 8:30ക്കാണ് ആരാധന തുടങ്ങുന്നത്. ഒരു 8:20 ആകുമ്പോൾ ഇറങ്ങണമെന്നുണ്ട്. അപ്പം നമുക്ക് റെഡിയാവാം. അങ്ങനെ ഗായ്സ് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ എനിക്ക് ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്താണ് കെട്ടേണ്ടതെന്ന്. എന്തൊക്കെയോ കെട്ടിവെച്ച്. എന്നിട്ട് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ പള്ളിയിൽ പോവാൻ ഒരു മാച്ചും ഇല്ലാത്തൊരു ഷോളും ഇതൊക്കെ എടുത്തിട്ട് പള്ളിയിലെത്തി. അങ്ങനെ പള്ളിയിൽ ഞാൻ അകത്ത് ക്യാമറ ഒന്നും യൂസ് ആക്കിയിട്ടില്ല. അങ്ങനെ ഇത് ആരാധന കഴിഞ്ഞ് ഇറങ്ങണ ഒരു ഷോട്ടാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ ഡാഡീനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറെ കോഴിക്കട്ടോ എന്തോ നോക്കി എടുത്തോണ്ട് നടക്കുകയാണ് ചെടി. എൻ്റെ തല പൊട്ടിത്തെറിക്കാതായി. തലവേദന ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയിരുന്നത് ആ സ്പീക്കറിൻ്റെ നേരെ താഴെ. എൻ്റെ പൊന്നി, അച്ഛൻ പ്രസംഗം തുടങ്ങിയതോടെ എൻ്റെ ചെവി അടിച്ച് പൊട്ടിപ്പോയി. അതും തലവേദനയും കൂടെ നല്ല രസമായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങണം. അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. അമ്മ എവിടെയാണോ? സോ ഗൈസ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അരിപ്പുട്ടും ഇന്നലത്തെ ചിക്കൻ കറിയുമാണ്. ഓക്കെ, അമ്മ എന്താ കഴിക്കുന്നുണ്ട്. അമ്മ ഒരു ഹായ്. അപ്പം ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ആക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ അത് ഭയങ്കര ചൂടും കംഫർട്ടബിൾ അല്ലേ എനിക്ക് ആ ഡ്രസ്സ്. ഞാൻ ചുരിദാർ പോലത്തെ മീൻസ് കുർത്ത സെറ്റല്ലേ, അതിങ്ങനെ ലോങ് ആയിട്ടുള്ള എന്തോ. ഇനി അത് ഞാൻ ഊരി മാറ്റി. എന്നിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്ക് ഇട്ട്. ഈ സംഭവം, ഈ ഒരു ഫ്രോക്ക് ഈ സംഭവം ഞാൻ എൻ്റെ 19th ബർത്ത്ഡേക്ക് വാങ്ങിയതാണ്. പിന്നെ ഇതിങ്ങനെയല്ല, ഇതിൻ്റെ അകത്തൊരു വൈറ്റ് ഇന്നർ വന്നിട്ടാണ് ഇതിരുന്നത്. ഇത് പെരിന്തൽമണ്ണയിൽ നിന്നെന്തോ വാങ്ങിയതാണ്, ലേഡീസ് പ്ലാനറ്റോ. എൻ്റെ ഫേവറേറ്റ് ആണ്. അന്ന് വാങ്ങിയ സമയത്ത് എനിക്കത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റൈൽ ചെയ്തപ്പം എൻ്റെ ഫേവറേറ്റായി. ഈ കളർ എനിക്ക് നന്നായിട്ട് മാച്ച് ആവണുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നല്ല മാച്ച് ആവണുണ്ട്. എന്തൊക്കെയാണോ അത് പറയണം. അപ്പം ഞാൻ എന്തായാലും അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ ഡ്രൈവിന് ശേഷം എത്തി, അമ്മച്ചിയുടെ വീട്ടിലെത്തി. കോമഡി ആയിരുന്നു. ഞാൻ ഇത്രയും സമയം ഇങ്ങനെ വണ്ടി ഓട്ടിച്ചിട്ടില്ല. സ്കൂട്ടർ 1 വേ പോകാനുള്ളിടത്തൊക്കെ ഞാൻ ചെന്ന് കയറിക്കൊടുത്ത്. അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അമ്മച്ചി ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ഇന്ന് നമുക്ക് അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡ് കേട്ടോ. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതായത് അവിടുത്തെ പൂച്ചയാണ്. അവിടെ കുറേ പൂച്ച കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പൂച്ചയുണ്ട്. അതിന് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ ഞാൻ അമ്മച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പം ക്രിസ്മസ് വെക്കേഷന് വരുമ്പോഴേക്കും എനിക്ക് മാങ്ങ അച്ചാർ ഇട്ടുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പായിട്ട് അവിടെ ഒരു മാങ്ങയിരുന്നു. അതിനെടുത്ത് എനിക്കിപ്പോൾ തന്നെ അച്ചാറിട്ട് ഹോസ്റ്റലിൽ തന്നു വിടുകയാണ്. അങ്ങനെ അച്ചാറിട്ട് എന്നിട്ട് ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ്.
അങ്ങനെ ടേസ്റ്റ് ചെയ്യണതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് എടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കാണുമെന്നൊക്കെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ്. പിന്നെ അമ്മയും അമ്മച്ചിയും കൂടെ ഇവരൊക്കെ ഒരു കോമൺ ഇൻട്രസ്റ്റാണ് ഇങ്ങനെ ചെടി, കോഴി, അതൊക്കെ. പിന്നെ ചെടിയൊക്കെ നോക്കാൻ പോയി. പിന്നെ ഇത് അവിടെ നേരത്തെ കാണിച്ചില്ലേ, ആ പൂച്ചയല്ല, വേറൊരു പൂച്ച പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കുട്ടികളാണ്. അപ്പോൾ ഒരാഴ്ച എന്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ആ കുട്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ചെറിയ കുട്ടികൾ. എൻ്റെ തള്ളപ്പൂച്ച അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലങ്ങ് കളിക്കാൻ പോയില്ല. പിന്നെ അത് ആ ചിക്കൻ വെച്ചിട്ട് ടേസ്റ്റിന് തന്നെയാണ് കേട്ടോ. പിന്നെ അതും ഞാൻ ടേസ്റ്റ് നോക്കി. ടേസ്റ്റ് നോക്കാൻ തന്നെ ഇത്രയും എനിക്ക് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് അവിടെ അടുത്തൊരു നഴ്സറി ഉണ്ട് ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ. പിന്നെ അവിടെ പോയി അമ്മ ഒന്നും വാങ്ങിയില്ല, ചുമ്മാ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അവിടെ തന്നെ അടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ എനിക്ക് ടൂറും കാര്യങ്ങളൊക്കെ വരണുണ്ട്. അപ്പം അതിന് കുറച്ച് ഇത് നോക്കാൻ വേണ്ടി പോയതാണ്. കുറേ വിൻ്റർ കളക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊതിയായി വാങ്ങാനായിട്ട്. പിന്നെ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അതവിടെ തന്നെ വെച്ചിട്ട് വന്ന്. പിന്നെ അഹനയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു ഇന്ന്. അങ്ങനെ ഇതാ അവൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു ഗിഫ്റ്റ്, ഒരു വാച്ച് വാങ്ങി. അത് അവളുടെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ ഈ ഒരു ചെസ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ജീൻസും കൂടെ എടുത്തു. അത് ഞാൻ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടില്ല. അങ്ങനെ ഞാനും അമ്മയും കുറേ ഇങ്ങനെ ചുമ്മാ നോക്കാമല്ലോ, പൈസ കൊടുക്കണ്ടല്ലോ നോക്കാൻ. അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കി. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ കൂടുതലങ്ങ് നോക്കാൻ പോയില്ല, പൈസ ഇല്ലല്ലോ. പിന്നെ ഉള്ളതും വാങ്ങി ഇറങ്ങി. എന്നിട്ട് പിന്നെ പോണ വഴിക്ക് തന്നെ MRIയിൽ പോയിട്ട് അഹന്നയ്ക്കുള്ള കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. വൈറ്റ് വാഞ്ചോ ആണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ പേരും നാളൊക്കെ എഴുതി. അന്ന് തന്നെയാണ് ഞാൻ തിരിച്ച് വരാനുള്ള ദിവസവും. ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ നല്ല ടയേർഡായിരുന്നു. 4:30-5 മണിയായി എത്തിയിട്ട്. പിന്നെ പോണോ വേണ്ടേന്ന് ഡബിൾ മൈൻഡിലായിരുന്നു. പിന്നെ പെട്ടെന്ന് കിട്ടിയൊരു മോട്ടിവേഷനിൽ ചാടി എണീറ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കേക്ക് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നേരെ അഹന്നയുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഒരു കുഞ്ഞ് സർപ്രൈസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൾ തീരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും അവർക്ക് ചെറിയ ക്ലൂ ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് അവൾ തീരെ വിചാരിച്ചില്ല. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. കുഞ്ഞു പരിപാടി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കേക്കും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മളിതാ കേക്ക് കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ട സ്റ്റുഡിയോ? ഗൈസ്, അപ്പം ഇന്ന് അഹന്നയുടെ ബർത്ത്ഡേ ഉണ്ട്. മാമന്റെ ചിലവാണ്. മാമ ഒരു ഹായ്. അങ്ങനെ ഗൈസ്, എന്നത്തെയും പോലെ ഞാനൊരു 2 മണിക്കൂർ മുമ്പായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്താണ് ഇത്ര നേരത്തെ എത്തുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നെ നേരത്തെ കൊണ്ടാക്കും. അങ്ങനെ മാമ വാങ്ങി തന്ന ഫുഡ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടാ. ചീസി എന്തോ ഒരു സംഭവം കേട്ടാ, എന്തോ. എന്നിട്ട് ഞാൻ മാത്രമൊന്നുമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം 2 പോയിരുന്നു. ട്രെയിൻ എവിടെയാണ് വരണതെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ 2 കുറച്ച് തിരക്ക് കുറവ്. പിന്നെ അവിടെ പോയി ഇരുന്നത് ഫുഡൊക്കെ കഴിച്ച്. ഗൈസ്, അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ ഇരുന്നപ്പോഴാണ് ഒരു ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ്, മറ്റേ കന്യാകുമാരി ദിബ്രൂഗഡ് എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, ദിബ്രൂഗഡ് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നോക്കിയപ്പോൾ നമ്മുടെ കാർത്തിക് സൂര്യ, ആ ചേട്ടൻ ഇപ്പം റിവ്യൂ ചെയ്തില്ലേ, ആ ട്രെയിൻ പോണ്. അങ്ങനെ എൻ്റെ ട്രെയിനും എത്തി. പിന്നെ ഞാൻ ലേഡീസിലായിരുന്നു, ബുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനും ഓടിച്ചെന്ന് സീറ്റൊക്കെ പിടിച്ച് സെറ്റായി. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലെത്തി. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.